എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഈ ഒരു കാര്യം കേൾക്കുന്ന എല്ലാവരും യൂണിവേഴ്സൽ ബ്ലെസ്സിങ്സ് ഉള്ളവർ മാത്രമായിരിക്കും. ഇതൊരിക്കലും യാദൃച്ഛികമല്ല, യൂണിവേഴ്സിൻ്റെ ഒരു ബ്ലെസ്സിങ്സ് ആണെന്ന് മാത്രം നിങ്ങൾ വിചാരിക്കുക. ഈ ഒരു കാര്യം കേട്ടാൽ നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന അഭിവൃദ്ധി, മാറ്റം എല്ലാം വളരെ പെട്ടെന്നായിരിക്കും. നിങ്ങൾ കടബാധ്യത ഉണ്ടെങ്കിൽ അത് മാറും. നിങ്ങൾക്ക് എന്തെങ്കിലും ജീവിതത്തിൽ വീട് വേണോ, കാറ് വേണോ, നിങ്ങൾക്ക് എന്താണ് ആഗ്രഹം, ആ ആഗ്രഹങ്ങൾ നിങ്ങൾക്ക് സാധ്യമാവും. ഈ ഒരു വീഡിയോ അതിന് വേണ്ട എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. വിശ്വാസത്തോടെ പൂർണ്ണമായും യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്തുകൊണ്ട് ഈ വീഡിയോ മുഴുവനായിട്ടും കാണുക. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ 1000 ആഗ്രഹങ്ങളുണ്ട് അല്ലേ? വീട്, നല്ല റിലേഷൻഷിപ്പ്, നല്ല ബന്ധങ്ങൾ, പണം, ഹെൽത്ത്, ആരോഗ്യം, അതുപോലെ ഫ്രീഡം, ഫിനാൻഷ്യൽ ഫ്രീഡം, എല്ലാ ഫ്രീഡവും അല്ലേ? പക്ഷേ പലത് നമുക്ക് കിട്ടാതെ പോകുന്നു, ചിലത് നമുക്ക് കിട്ടുന്നു, ചിലത് ഒരിക്കലും വരാത്തതുപോലെ കാണുന്നു ഇല്ലേ? എന്താണ് കാരണം? നിങ്ങൾ ആഗ്രഹം ചോദിച്ചു, പക്ഷേ യൂണിവേഴ്സ് കേട്ടില്ല എന്ന് പറയുന്ന ആളുകളെ ഞാൻ കുറേ കേട്ടിട്ടുണ്ട്. കാരണം ഞാനിങ്ങനെ ഓരോ വീഡിയോ ഇടുമ്പം ഓരോരുത്തരും എന്നെ കോണ്ടാക്ട് ചെയ്യുമ്പോൾ പറയും, മാഡം ഞാൻ പറയുന്നത് മാത്രം യൂണിവേഴ്സ് കേൾക്കുന്നില്ല എന്നിങ്ങനെ പറയും. അഥവാ നമ്മൾ പറഞ്ഞ ഭാഷ യൂണിവേഴ്സിൻ്റെ ഭാഷയല്ല എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. അപ്പം നിങ്ങൾ ഈ ഒരു 30 മിനിറ്റ് വീഡിയോ നിങ്ങൾ വളരെ കൃത്യതയോടെ കേൾക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ യൂണിവേഴ്സിനോട് ആഗ്രഹം പറയണം എന്നുള്ളത് ഞാൻ മനസ്സിലാക്കി തരാം. എന്നെ വിശ്വസിക്കുക, വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. റെഡിയാണോ നിങ്ങൾ? റെഡിയാണെങ്കിൽ ഐ ആം റെഡി, താങ്ക് യു യൂണിവേഴ്സ് എന്ന് ടൈപ്പ് ചെയ്യൂ. ആദ്യമായി ഞാൻ പറയുന്നത് എങ്ങനെ നമ്മൾ വൈബ്രേറ്റ് ചെയ്യണം, എങ്ങനെ നമ്മൾ റിസീവ് ചെയ്യണം, എങ്ങനെ നമ്മൾ സ്വീകരിക്കണം എന്ന് കരുതുന്നുണ്ടോ? നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഭാവിയിൽ സംഭവിക്കുമോ? നിങ്ങൾക്ക് കഴിയും. അതായത് നിങ്ങളുടെ മനസ്സ് അനുവദിച്ചാൽ നിങ്ങൾക്ക് കഴിയും. നിങ്ങളുടെ മനസ്സ് വിചാരിച്ച കഴിയാത്തതായിട്ട് ഒന്നുമില്ല. യൂണിവേഴ്സ് നിങ്ങളുടെ ഒപ്പമുണ്ട്. യൂണിവേഴ്സ് വേർഡ്സ് ഒരിക്കലും കേൾക്കില്ല, നമ്മുടെ എനർജിയാണ് കേൾക്കുന്നത്. സൗണ്ട് അല്ല, വൈബ്രേഷനാണ് യൂണിവേഴ്സിൻ്റെ ഭാഷ എന്ന് ആദ്യം തന്നെ മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ എന്ത് കാര്യം വേണമെങ്കിലും നമ്മൾ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചാൽ യൂണിവേഴ്സ് കണ്ണ് തുറക്കില്ല. നമ്മൾ ആ ഒരു ഹൈ വൈബ്രേഷൻ, നമ്മൾ പോസിറ്റീവ് എനർജിയോടെ, നമ്മൾ ആ ഒരു ഹാപ്പിനെസ്, അതായത് സന്തോഷത്തിൻ്റെ ആ ഒരു മൂഡിൽ വേണം നമ്മൾ എപ്പോഴും യൂണിവേഴ്സുമായിട്ട് കണക്റ്റഡ് ആവേണ്ടത്. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. നിങ്ങൾ ആഗ്രഹം പറഞ്ഞാൽ യൂണിവേഴ്സ് ആദ്യം ചെക്ക് ചെയ്യുന്ന 3 കാര്യങ്ങളുണ്ട്. എന്താണെന്നറിയുമോ? ഒന്നാമതായി ഫീലിംഗ്, അത് നിങ്ങൾ ട്രൂലി ആഗ്രഹിക്കുന്നതാണോ എന്ന് യൂണിവേഴ്സ് ചെക്ക് ചെയ്യും. അതുപോലെ ബിലീഫ്, നിങ്ങൾ അതിന് അനുയോജ്യമാണോ എന്ന് മനസ്സിലാക്കും യൂണിവേഴ്സ്. അതായത് നിങ്ങൾ അതിൽ വിശ്വസിക്കുന്നുണ്ടോ? അതുപോലെ അടുത്ത ഫ്രീക്വൻസി, നിങ്ങളുടെ മനസ്സിൽ ഡൗട്ടുണ്ടോ, ഫിയർ ഉണ്ടോ, പെട്ടെന്ന് വേണമെന്നുള്ള ആ ഒരു റഷ്, തിരക്കുണ്ടോ, അല്ലാതെ നിങ്ങൾ കാം സ്റ്റേറ്റിലാണോ? ഇങ്ങനെ 3 കാര്യങ്ങൾ യൂണിവേഴ്സ് ചെക്ക് ചെയ്യും. ഏതൊക്കെയാണ് 3 കാര്യങ്ങൾ? 1 ഫീലിംഗ്, 2 ബിലീഫ്, 3 ഫ്രീക്വൻസി. അപ്പോൾ ഈ 3 കാര്യങ്ങളും മാച്ച് ആവുമ്പോഴാണ് നമുക്ക് മാനിഫെസ്റ്റേഷൻ ഒരു മാഗ്നറ്റ് പോലെ നമ്മളിലേക്ക് തിരിച്ചു വരുന്നത്. അപ്പോൾ ഈ ഒരു 3 കാര്യം നമ്മൾ മാച്ചാക്കിയെങ്കിൽ മാത്രമേ നമ്മുടെ ആഗ്രഹങ്ങൾ സാധ്യമാവുകയുള്ളൂ. എന്തുകൊണ്ടാണ് നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നടക്കാതെ പോകുന്നത് നിങ്ങൾക്കറിയാമോ? പലരും യൂണിവേഴ്സിനോട് ആഗ്രഹം ചോദിക്കുമ്പോൾ ഈ 4 തെറ്റുകൾ കമ്മിറ്റ് ചെയ്യുന്നു. എന്താണെന്ന് പറയോ? അതായത് എനിക്കില്ല, എനിക്ക് വീടില്ല, എനിക്ക് കാറില്ല, ഒന്ന് തരുമോ, അങ്ങനെയൊക്കെ ചോദിച്ചാൽ ഒരിക്കലും യൂണിവേഴ്സിൻ്റെ അടുത്ത് കിട്ടുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. അതായത് ഡൗട്ട് ഉണ്ടാവും, വരുമോ, കിട്ടുമോ, ഇല്ലയോ, അതുണ്ടാകുമോ, ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ ഇങ്ങനെ കിട്ടുമോ, ഇങ്ങനെ ഡൗട്ട് ഇരുന്നാലും കിട്ടില്ല. അതുപോലെ വെയിറ്റിംഗ് വിത്ത് ഫിയർ, അതൊരു ഭയത്തോടെ, ദൈവമേ വരുമോ, എനിക്ക് എൻ്റെ ജീവിതത്തിലേക്ക് അനുഗ്രഹങ്ങൾ വരുമോ, ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നാലും ഒരിക്കലും നമുക്ക് കിട്ടില്ല. അതുപോലെ വാണ്ടഡ് ഫാസ്റ്റ്, ഇപ്പോൾ തന്നെ എനിക്ക് കിട്ടണം, ഞാൻ ആഗ്രഹിക്കുന്ന എല്ലാം ഈ ഒരു നിമിഷം, ഇപ്പോൾ ഒരു എന്തെങ്കിലും ഒരു ടെക്നിക്ക് ചെയ്തു കഴിഞ്ഞാൽ ഉടനെ എനിക്ക് അത് കിട്ടണം, അങ്ങനെ വിചാരിച്ച് നമ്മൾ ഒരിക്കലും വിചാരിച്ചാലും നമുക്ക് കിട്ടില്ല.
അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? യൂണിവേഴ്സ് റെസ്പോണ്ട് ചെയ്യുന്നത് അബൻഡൻസ് ഫ്രീക്വൻസിയിലാണ്, നോട്ട് ഫിയർ, നോട്ട് ലാക്ക്. അപ്പോൾ നമുക്ക് ഇല്ല എന്ന് പറഞ്ഞാലും നമ്മൾ ഭയത്തോടെ ഇരുന്നാലും ഒരിക്കലും നമ്മൾ അബൻഡൻസ് ഫ്രീക്വൻസിയിൽ എത്തത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അബൻഡൻസ് ഫ്രീക്വൻസിയിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും നല്ല ഹാപ്പി ആയിട്ടിരിക്കുക, പോസിറ്റീവ് എനർജി കൊണ്ട് നിറയ്ക്കുക, നമ്മുടെ മനസ്സും ശരീരവും ആത്മാവും എല്ലാം ശുദ്ധമാക്കി വെക്കുക. ഓക്കെ, അപ്പം ഐ ആൾറെഡി ഹാവ് ഇറ്റ് ഇൻ എനർജി, നൗ ഇറ്റ് ഈസ് മൂവിങ് ഇൻ ടു റിയാലിറ്റി. അതായത് നമ്മൾ ഓൾറെഡി നമുക്ക് ആ ഒരു എനർജി ഉണ്ട്, നമ്മളിപ്പോൾ റിയാലിറ്റിയിലേക്ക് പോവുകയാണ് എന്ന് പറയുക. ഓക്കെ, അതുപോലെ നമുക്ക് എങ്ങനെ കറക്റ്റായിട്ട് യൂണിവേഴ്സിനോട് ചോദിക്കാമെന്ന് മനസ്സിലാക്കാം. അതായത് നമ്മൾ ഒരിക്കലും നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മളൊരു അപേക്ഷയായിട്ട് ഒരിക്കലും യൂണിവേഴ്സിൻ്റെ മുന്നിൽ സമർപ്പിക്കരുത്. ഒരു ഡിക്ലറേഷൻ ആവണം, എനിക്കിത് ലഭിച്ചതിന് നന്ദി എന്ന് ഉറക്കെ വിളിച്ച് പറയണം, ഡിക്ലറേഷൻ ചെയ്യുക. ഓക്കെ, കറക്റ്റ് മെത്തേഡ് എന്ന് വെച്ചാൽ ഫസ്റ്റ് എന്ത് ചെയ്യണം? വിഷ്വലൈസേഷൻ ചെയ്യുക. നമുക്ക് എന്താണ് വേണ്ടത് നമ്മളത് ശരിക്കും മനസ്സിൽ കാണുക. സെക്കൻഡ്, അത് ഫീൽ ചെയ്യുക, നമുക്ക് വന്നതായിട്ട് നമ്മൾ ശരിക്കും അനുഭവിക്കുക. തേർഡ് എന്ന് വെച്ചാൽ പ്രസൻറ്റ് ടെൻസിൽ പറയുക, എനിക്ക് എൻ്റെ ഈ ആഗ്രഹം ഈസി ആൻഡ് എഫേർട്ട്ലെസ് ആയിട്ട് സഫലമായതിന് നന്ദി എന്ന് പറയുക. അതുപോലെ ഫോർത്ത് എന്ന് പറഞ്ഞാൽ റിലീസ് ഇറ്റ്. നമുക്ക് എന്തെങ്കിലും പ്രഷറോ മനസ്സിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ വിട്ട് കളഞ്ഞിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. ഒരു പ്രഷറും വെച്ചുകൊണ്ട് നമ്മൾ ഒരിക്കലും നമ്മുടെ യൂണിവേഴ്സിൽ ഒരു കാര്യം സാധ്യമാകത്തില്ല. വിഷ്വലൈസേഷൻ ചെയ്യാൻ പാടില്ല. എല്ലാം മാറി നമ്മൾ ക്ലിയറായിട്ട് ഫസ്റ്റ് വിഷ്വലൈസേഷൻ ചെയ്യുക, അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചതായിട്ട് കാണുക, പിന്നെ അത് ഫീൽ ചെയ്യുക. ഓക്കെ, പിന്നെ തേർഡ് അതിനെക്കുറിച്ച് പ്രസൻറ്റ് ടെൻസിൽ പറയുക, നടന്നതിന് നന്ദി, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതിന് നന്ദി, അങ്ങനെ. അതുപോലെ ഫോർത്ത്, റിലീസ് ഇറ്റ്. ഓക്കെ, ഞാൻ ഒരു ഉദാഹരണം പറയാം. എനിക്കൊരു നല്ല ജീവിതം വേണം. ഓക്കെ, അപ്പോൾ നമ്മൾ അങ്ങനെ പറഞ്ഞാൽ ഒരിക്കലും നമുക്ക് യൂണിവേഴ്സിൻ്റെ കയ്യിൽ നിന്ന് നല്ലൊരു ജീവിതം ലഭിക്കില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതെങ്ങനെ പറയണമെന്ന് ഞാൻ പറയാം. എൻ്റെ ജീവിതം പ്രകാശം കൊണ്ട്, യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ് കൊണ്ട് പ്രകാശത്തോടെ നിറഞ്ഞിരിക്കുന്നു, പ്രകാശം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. എൻ്റെ ജീവിതം യൂണിവേഴ്സൽ ബ്ലെസ്സിങ്സിലൂടെ പ്രകാശപൂരിതമാണ്, അല്ലെങ്കിൽ പ്രകാശം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ എൻ്റെ ജീവിതം ഭയങ്കര സന്തോഷത്തിലാണ്, ഞാൻ വളരെ സമാധാനത്തിലാണ്. ഇങ്ങനെയൊക്കെ നന്ദി എന്ന് കൂടെ പറയുക. ഇങ്ങനെ പറഞ്ഞാൽ മാത്രമേ നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കുകയുള്ളൂ. ഞാൻ സന്തോഷം റിസീവ് ചെയ്യുന്നു, ഞാൻ സമാധാനം റിസീവ് ചെയ്യുന്നു, ഞാൻ നന്മ റിസീവ് ചെയ്യുന്നു, ഞാൻ പണത്തെ റിസീവ് ചെയ്യുന്നു. ഇങ്ങനെയൊക്കെ പറയുക. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യുള്ളൂ? നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കുകയുള്ളൂ. അതുപോലെ പണം, സ്നേഹം, അവസരങ്ങൾ എല്ലാം എനിക്ക് എൻ്റെ ജീവിതത്തിലേക്ക് നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നു. താങ്ക് യു യൂണിവേഴ്സ്. ഇങ്ങനെ പറഞ്ഞാലും നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കും. ഇനി അടുത്തത് മാനിഫെസ്റ്റേഷൻ റൈറ്റിംഗ് ടെക്നിക്കാണ്. കുറേ മെത്തേഡ്സ് ഉണ്ട് അല്ലേ? 5x55 ഉണ്ട്, അതുപോലെ 3x33 ഉണ്ട്. ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ പ്രസൻറ്റ് ടെൻസിൽ എഴുതുകയാണെങ്കിൽ, അതായത് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു മെത്തേഡ് പറഞ്ഞുതരാം. 3x33, അതായത് ഒരു വിഷ് നമ്മൾ പ്രസൻറ്റ് ടെൻസിൽ എഴുതുക. എനിക്ക് ഒരു ജോലി വേണം. ഇപ്പോൾ എനിക്കൊരു ജോലി ലഭിച്ചതിന് പ്രപഞ്ചശക്തിക്ക് നന്ദി, ഈസി ആൻഡ് എഫേർട്ട്ലെസ് ആയിട്ട് എനിക്കൊരു ജോലി ലഭിച്ചതിന് നന്ദി എന്ന് പറയുക. എന്നിട്ട് പ്രതിദിനം 33 തവണ 3 ദിവസത്തിനുള്ളിൽ എഴുതി നോക്കൂ. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ജോലി ലഭിക്കും. ഓക്കെ, പക്ഷേ ഞാൻ ഈ പറഞ്ഞ പോലെ പ്രസൻറ്റ് ടെൻസിൽ എഴുതുക. അതുപോലെ നമ്മുടെ ഫ്രീക്വൻസി, അതാണ് മെയിൻ വൈബ്രേഷൻ. അത് നമ്മൾക്ക് എപ്പോഴും നല്ല പോസിറ്റീവായിട്ടിരിക്കണം. ഒരു ടൈം പോലും നമ്മൾ ഡൗട്ട് അടിക്കുകയോ അതുപോലെ വിഷമിച്ചിരിക്കുകയോ ഒന്നും ചെയ്യരുത്. ഇങ്ങനെ ഇരുന്നാൽ മാത്രമേ യൂണിവേഴ്സൽ ബ്ലെസ്സിങ്സിലൂടെ നമുക്ക് ആഗ്രഹങ്ങൾ സാധിക്കുകയുള്ളൂ. അതുപോലെ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഐ ആം ഫിനാൻഷ്യലി ഫ്രീ ആൻഡ് മണി ഫ്ലോസ് ടു മീ ഈസിലി. അപ്പോൾ ഞാനിപ്പോൾ എനിക്ക് അതായത് ഞാൻ സാമ്പത്തികമായി വളരെ സാമ്പത്തിക സ്വാതന്ത്ര്യം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. മണി എപ്പോഴും എൻ്റെ ജീവിതത്തിലേക്ക്, പണം എപ്പോഴും എൻ്റെ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ അതുപോലെ ഹെൽത്തി റിലേഷൻഷിപ്പ് എൻ്റെ ചുറ്റിനും ഈസി ആൻഡ് എഫേർട്ട്ലെസ് ആയിട്ട് വളർന്നുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ എപ്പോഴും ഹെൽത്തി റിലേഷൻഷിപ്പ് ജീവിക്കുന്നു എന്നൊക്കെ പറയാം. വൈൽ റൈറ്റിംഗ്, നമ്മൾ ഒരു കാര്യം എഴുതുമ്പോൾ അതിനെ ഫീൽ ചെയ്യുക, വിഷ്വലൈസേഷൻ ചെയ്യുക, ചിരിച്ചുകൊണ്ട് എഴുതുക. ഇമോഷനാണ് നമ്മുടെ ഇവിടുത്തെ ഫ്യൂവൽ എന്ന് പറയുന്നത്. മനസ്സിലായോ? നമ്മുടെ ഇവിടുത്തെ ഇമോഷൻസിനാണ് നമ്മുടെ യൂണിവേഴ്സിൽ പ്രാധാന്യമുള്ളത്. അത് മനസ്സിലാക്കുക.
അടുത്തത് ഞാനൊരു ഗൈഡഡ് മെഡിറ്റേഷൻ പറയുകയാണ്. കണ്ണുകൾ സാവധാനം അടയ്ക്കുക, ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, പുറത്തേക്ക് വിടുക. നിങ്ങൾ ബ്രീത്ത് ചെയ്യുമ്പോൾ യൂണിവേഴ്സ് നിങ്ങളുടെ ഉള്ളിലേക്ക് വരുന്നു. ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോൾ പഴയ ഡൗട്ട്സ് എല്ലാം പുറത്തേക്ക് പോയി താഴേക്ക് പതിക്കുന്നതായി കാണുക. ഇപ്പോൾ നിങ്ങളുടെ വൺ വിഷ് നമ്മുടെ ഹാർട്ടിൽ പിടിക്കുക. എന്തെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ അത് ചേർത്ത് പിടിക്കുക. എന്നിട്ട് അതിനെ വിഷ്വലൈസേഷൻ ചെയ്യുക. അത് കിട്ടിയതായിട്ട് നമ്മൾ വിഷ്വലൈസേഷൻ ചെയ്യുക. നിങ്ങൾക്ക് ഓൾറെഡി കിട്ടി എന്നുള്ള ആ ഒരു ഫീലിംഗ് നിങ്ങൾ അനുഭവിക്കുക. അത് നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നുള്ള ആ ഒരു അത് നിങ്ങൾ അത് ചിരിക്കുക. നന്നായിട്ട് ചിരിച്ചിട്ട് കാണാം. അതെനിക്ക് ലഭിച്ച് കഴിഞ്ഞു എന്ന് നല്ലൊരു ചിരിച്ചിരിക്കുക. എന്നിട്ട് നമ്മളൊന്ന് കുറച്ച് നേരം ആ ഒരു സന്തോഷം അനുഭവിക്കുക. വിഷ്വലൈസേഷൻ ചെയ്യുന്ന സന്തോഷം അനുഭവിക്കുക. എന്നിട്ട് ഒരു 1 മിനിറ്റ് സൈലൻസിന് ശേഷം നമ്മൾ മനസ്സിൽ പറയുക, ഐ ആം റെഡി, ഐ ആം ഓപ്പൺ, ഐ ആം റിസീവ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക, യൂണിവേഴ്സ്, ഐ ആം റെഡി യൂണിവേഴ്സ്, ഐ ആം ഓപ്പൺ, ഐ റിസീവ്, ഐ റിസീവ്, ഐ റിസീവ് എന്നിങ്ങനെ പറയുക. അടുത്തത് പവർഫുൾ ആയിട്ടുള്ള കുറച്ച് അഫർമേഷൻസും കൂടെ പറയാം. നിങ്ങളുടെ ആഗ്രഹം എല്ലാം ഇപ്പോൾ യാത്രയിലാണ്. ഇത് റിയൽ ആകുന്ന ദിവസത്തിന് നിങ്ങൾ തയ്യാറാവുക. ഓക്കെ, നിങ്ങളുടെ ഈ ഒരു ആഗ്രഹങ്ങൾ സഫലമാക്കുന്ന എൻ്റെ ജീവിതം ഈസി ആൻഡ് എഫേർട്ട്ലെസ് ആയിട്ട് നല്ല ഒരു സമാധാനത്തിൽ സന്തോഷത്തിൽ ഒക്കെ ജീവിക്കാൻ സാധിക്കുന്നതിന് നന്ദി. അതുപോലെ എൻ്റെ ജീവിതത്തിലേക്ക് പണം വിവിധ മാർഗങ്ങളിലൂടെ വന്നുകൊണ്ടിരിക്കുന്നതിന് നന്ദി എന്നിങ്ങനെയൊക്കെ നിങ്ങൾ അഫർമേഷൻസ് പറയുക. ഓക്കെ, ഞാൻ ഒരു പണക്കാരനാണ്, ഞാൻ പണത്തെ ആകർഷിക്കുന്ന ഒരു കാന്തമാണ് എന്നൊക്കെ പണം വേണ്ടവരൊക്കെ പറയുക. ഇങ്ങനെയൊക്കെ ചെയ്താൽ നമ്മുടെ ജീവിതത്തിൽ ഈസി ആൻഡ് എഫേർട്ട്ലെസ് ആയിട്ട് എല്ലാ കാര്യങ്ങളും എത്തിയിരിക്കും. വിശ്വസിച്ചുകൊണ്ട് ചെയ്യുക. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇങ്ങനെയുള്ള സോൾഫുൾ വീഡിയോസ് ലഭിക്കുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. എനിക്കൊരു ഹാപ്പിനെസ് ക്ലബ്ബുണ്ട്. അതിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതിൽ ജോയിൻ ചെയ്യുക. ഇനിയും നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ കൺസൾട്ടേഷൻ വേണമെന്ന് ആഗ്രഹിക്കുന്നവർ, 1-to-1 സെഷൻ വേണമെന്ന് ആഗ്രഹിക്കുന്നവർ എൻ്റെ പേഴ്സണൽ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഞാനത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെ സമാധാനം, ആയുസ്, ആരോഗ്യം, സന്തോഷം, സമാധാനം എല്ലാം യൂണിവേഴ്സൽ ബ്ലെസ്സിങ്സിലൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും, എൻ്റെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും ലഭിച്ചുകൊണ്ടിരിക്കുന്നതിന് നന്ദി പറഞ്ഞുകൊണ്ട്, ട്രസ്റ്റ് ദ യൂണിവേഴ്സ്. താങ്ക് യു യൂണിവേഴ്സ്.